നിങ്ങൾ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, യൂണിഫോം ഇട്ട് ഇന്ത്യയുടെ സേവകരാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പെർമനന്റ് ജോബാണ്. ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ്. റിക്രൂട്ട്മെന്റിന്റെ പേര് തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് എന്നാണ്. വളരെയേറെ പോസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പെർമനന്റ് ജോബാണ്. ഗ്രാജുവേറ്റിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം, BE, BTech, MBA ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനകത്ത് വേക്കൻസി ഉണ്ട്. പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് റേഞ്ചിന്റെ പോസ്റ്റ് ഉണ്ട്, എയർ ട്രാഫിക് കൺട്രോളറുടെ പോസ്റ്റ് ഉണ്ട്, ലോജിസ്റ്റിക്കിന്റെ പോസ്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലുണ്ട് പോസ്റ്റ്, ടെക്നിക്കൽ ബ്രാഞ്ച്, വളരെയേറെ പോസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1,25,000 പ്ലസ് അലവൻസസ്. ഈ 1,25,000 അലവൻസസ് കൂടാതെയുള്ള സാലറിയാണ്. ഇത്രയും നല്ല സാലറിയോടുകൂടി ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, ഏജ് ലിമിറ്റ് എല്ലാം പ്രത്യേകമാണ്. അതും ക്വാളിഫിക്കേഷനും പ്രത്യേകമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ പോസ്റ്റിനും പ്രത്യേകമാണ്. അതുകൊണ്ട് നിങ്ങൾ മൊത്തം വീഡിയോ കാണാൻ ശ്രമിക്കുക. മൊത്തം വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ആ കാര്യങ്ങളിലുള്ള അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വീഡിയോ മൊത്തം കാണുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ പ്രോബ്ലം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇത് എന്നുവരെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപ്ലൈ ചെയ്യുവാനുള്ള, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ചില പോസ്റ്റ് ഉണ്ട് വുമണ് മാത്രം ഉള്ളതുകൊണ്ട്, ലേഡീസിന് മാത്രം ഉള്ളതുകൊണ്ട്, ചില പോസ്റ്റുകൾ ജെന്റ്സിന് മാത്രമുണ്ട്, ചിലത് മെയിൽ ആൻഡ് ഫീമെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് ഫോർ വേരിയസ് എൻട്രീസ്. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 24 ആണ്. ഇതിന്റെ ഇവിടെ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ പോസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ ഉണ്ട്, BE, BTech ആയിരിക്കണം ഇതിനകത്ത്. അതുപോലെ തന്നെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ വേക്കൻസി 76 വേക്കൻസി ഉണ്ട്. ഇതിനകത്ത് മെൻ ആൻഡ് വുമൻ, നിങ്ങൾക്ക് ലേഡീസിനും ജെന്റ്സിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 10 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറുടെ വേക്കൻസി ഉണ്ട്. ഇതിനും BE, BTech ആണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഡിസിപ്ലിൻ വിത്ത് മിനിമം 60% മാർക്ക്, BE, BTech എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം 60% മാർക്ക് നിങ്ങൾക്ക് BE, BTech ഉണ്ടായിരിക്കണം. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് 60% അഗ്രിഗേറ്റ് മാർക്ക് ഇൻ ക്ലാസ് 10. നിങ്ങൾ 12നും, അതായത് ക്ലാസ് 10നും 12ലും നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ലോജിസ്റ്റിക്കിലുണ്ട് വേക്കൻസി. BE, BTechകാർക്കുണ്ട്. MBAക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. BSc, BCom, BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് എലോങ് വിത്ത് PG ഡിപ്ലോമ ഇൻ ഫൈനാൻസ്, ലോജിസ്റ്റിക്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ട്. MSc, MA വിത്ത് മിനിമം 60% മാർക്ക് ഇൻ മാത്സ്, ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ BSc. അപ്പം ഈ ഒരു കാര്യത്തിൽ 60% മാർക്കുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്ന MSc, MA വിത്ത് മിനിമം 60% മാർക്കുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം പറയുന്ന BE, BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 6-4 ഇവർ പറയുന്നത് BE, BTech, MTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MCA വിത്ത് ഐദർ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ഇൻ ഗ്രാജുവേഷൻ ലെവൽ. 6-5 ഇവർ പോയിന്റിൽ പറയുന്നത് ME, MTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ, റഡാർ ആൻഡ് മൈക്രോവേവ് ചെയ്യാൻ പറ്റും. 6-7 പോയിന്റിൽ പറയുന്നത് ME, MTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ തെർമൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്,
മെഷീൻ ഡിസൈൻ, സിസ്റ്റം ആൻഡ് കൺട്രോൾ. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിന്റെ ഞാൻ പറഞ്ഞ്. ഇനി വരുമ്പോൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ ഉണ്ട്. BE/BTech വിത്ത് മിനിമം 60% മാർക്കുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സബ്മറൈൻ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതിനകത്ത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഈ ഒരു ബിരുദങ്ങളുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് 8 വേക്കൻസി ഉണ്ട്. ഇത് മെയിലിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ചിലത് മെയിലിനും ഫീമെയിലിനും വരും, ചിലത് മെയിലിന് മാത്രം വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് GS വരുന്നുണ്ട്. BE/BTech വിത്ത് 60% മാർക്ക് ഇൻ ദ ഫോളോയിങ് ട്രെയിൻസ്: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതും മെയിന് വേണ്ടിയിട്ട് മാത്രമുള്ളത്, അതായത് ഇത് മെയിലിന് മാത്രമുള്ളതാണ്. ഇവിടെ ഒരു നോട്ടിൽ പറയുന്നു, വേക്കൻസീസ് മെൻഷൻഡ് ഇൻ പാര 2 ആർ ടെൻഡറ്റീവ് ആൻഡ് മേ ബി ചേഞ്ച്ഡ് ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് ട്രെയിനിങ് സ്ലോട്ട്സ്. അതായത് ട്രെയിനിങ് സ്ലോട്ടിന്റെ അനുസരിച്ച് ഇതിന്റെ മാറിയും മറിഞ്ഞും വലിയ കൂടാനും കുറയാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. only one application can be filled by a candidate. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പല ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റുള്ള ഫീസോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ആപ്ലിക്കേഷൻ ഒന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. Male candidates shortlisted for GSX are also eligible to volunteer for submarine arm subject to medical fitness. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. കൊമേഴ്ഷ്യൽ പൈലറ്റിന്റെ ഇവിടെ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് CPL ഹോൾഡർ വേണം. കാൻഡിഡേറ്റ് ഹാവ് ബീൻ വാലിഡ് CPL issued by DGCA ഇന്ത്യ ആൻഡ് ബോൺ ബിറ്റ്വീൻ. ഇവിടെ ഡേറ്റ് നിങ്ങളുടെ പറയുന്നുണ്ട്. ഏജിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ഡേറ്റ് പറയുന്നുണ്ട്. ബിറ്റ്വീൻ ജനുവരി 1997 തൊട്ട് 1 ജൂലൈ 2007 നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് പറയുന്നുണ്ട് 2 ജനുവരി 2002 തൊട്ട് ജനുവരി 2008 ജനിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓരോ കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസിന്റെ അത് പറയുന്നുണ്ട്. അതുപോലെ മർച്ചന്റ് നേവി പേഴ്സണൽ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഹൂ ക്യാൻ അപ്ലൈ: കാൻഡിഡേറ്റ് ഹു ഹാവ് ഗ്രാജുവേറ്റ്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓർ ഇൻ ദ ഫൈനൽ ഇയർ വിത്ത് മിനിമം 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഓർ ഈക്വലന്റ് GCPA. നിങ്ങൾ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഫുൾഫിൽ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റിപ്പുലേറ്റഡ് ബിഫോർ ജോയിനിങ് INA. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇവർ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ദ കാൻഡിഡേറ്റ് ഫെയിലിംഗ് ടു മീറ്റ് സ്റ്റിപ്പുലേറ്റഡ് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു INA എലിജിബിൾ. അതിനകത്ത് നിങ്ങൾക്ക് ക്രൈറ്റീരിയ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ടെനർ ഓഫ് കമ്മീഷൻ ഇവിടെ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ഈസ് ആസ് ഫോളോസ്. ഷോർട്ട് ലിസ്റ്റിംഗ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. വിൽ ബി ബേസ്ഡ് ഓൺ നോർമലൈസ്ഡ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ ക്വാളിഫയിങ് ഡിഗ്രി. നിങ്ങൾ ഓരോ കാര്യത്തിനും ഓരോ ഡിഗ്രി പറയുന്നുണ്ട്. ആ ഡിഗ്രിയിൽ കിട്ടിയ മാർക്കിന്റെ അനുസരിച്ച് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. BE/BTech ഫോർ കാൻഡിഡേറ്റ് ഹു കംപ്ലീറ്റഡ് ഓർ ആർ ഇൻ ഫൈനൽ ഇയർ ഓഫ് BE/BTech മാർക്ക് ഒബ്റ്റൈൻഡ് അപ് ടു 5th സെമസ്റ്റർ വിൽ ബി കൺസിഡേർഡ് ഫോർ SSB ഷോർട്ട് ലിസ്റ്റിംഗ്. എക്സാമിനെ പറ്റിയോ ഫീസിന്റെ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് വിൽ ബി ഇൻഫോർമഡ് അബൌട്ട് ദ സെലക്ഷൻ ഓഫ് SSB ഇന്റർവ്യൂ. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാകത്തുള്ള ഇമെയിൽ, നിങ്ങൾ ഇമെയിൽ വഴി നിങ്ങളുടെ SMS വഴി ഇമെയിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷനെ പറ്റി നിങ്ങളെ അറിയിക്കും.
നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ഇന്ത്യൻ നേവി gov.in എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് വരും. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ലോഗിൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഇത് നിങ്ങൾക്ക് February 26 വരെ, അതായത് ഫെബ്രുവരി, ഇത് ജനുവരി ആയി, ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങളെ തുറന്നു കാണിച്ചത്.